സോ നെക്സ്റ്റ് ടോപ്പിക് ട്രാൻസ്മിഷൻ ഓവർ ബേസ് ബാൻഡ് ചാനലാണ്. ഓഡിബിൾ അല്ലേ? ഓഡിബിൾ അല്ലേ? ഓക്കെ. നെക്സ്റ്റ് ഹെഡിങ് ട്രാൻസ്മിഷൻ ഓവർ ബേസ് ബാൻഡ് ചാനൽ. സോ ഇതിൽ വെൻ എ സിഗ്നൽ ഈസ് ട്രാൻസ്മിറ്റഡ് ഓവർ ദ ചാനൽ, സിഗ്നൽ നമ്മൾ ചാനലിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പം വിത്തൗട്ട് ഡൂയിങ് എനി ടൈപ്പ് ഓഫ് മോഡുലേഷൻ, അപ്പോൾ മോഡുലേഷൻ ഒന്നും ചെയ്യാണ്ട് സിഗ്നലിനെ ചാനലിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ബേസ് ബാൻഡ് ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്. ബേസ് ബാൻഡ് എന്ന് ഉദ്ദേശിക്കുന്നത്, ബേസ് ബാൻഡ് സിഗ്നൽ എന്ന് ഉദ്ദേശിക്കുന്ന നമ്മുടെ മെസ്സേജ് സിഗ്നലിനാണ് ബേസ് ബാൻഡ് സിഗ്നൽ എന്ന് കൂടി പറയും. സോ ആസ് ഇറ്റ് ഈസ് സിഗ്നലിനെ നമ്മൾ ചാനലിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതാണെങ്കിൽ അതിന് ബേസ് ബാൻഡ് ട്രാൻസ്മിഷൻ എന്ന് പറയും. സോ ട്രാൻസ്മിഷൻ ഓവർ എ ബേസ് ബാൻഡ് ചാനൽ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളൊരു വെൻ എ സിഗ്നൽ ഈസ് ട്രാൻസ്മിറ്റഡ് ഓവർ ദ ചാനൽ വിത്തൗട്ട് എനി കൈൻഡ് ഓഫ് മോഡുലേഷൻ, ദെൻ ഇറ്റ്സ് കോൾഡ് ബേസ് ബാൻഡ് ട്രാൻസ്മിഷൻ എന്ന് പറയും. ദാറ്റ് ഈസ് വെൻ എ സിഗ്നൽ ഈസ് ട്രാൻസ്മിറ്റഡ് ഓവർ ദ ചാനൽ without any modulation, then it is called baseband transmission. So next നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്റർ സിമ്പൽ ഇൻഡിഫറൻസ് എന്താണെന്നാണ്. ഇന്റർ സിമ്പൽ ഇൻഡിഫറൻസ്, ISI. സോ ഈ ISI മുന്നേ സാമ്പിളിംഗ് തിയറി ഒക്കെ പറയുന്ന സമയത്ത് മുന്നേ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. കുറച്ച് ഇൻ ഡീറ്റെയിൽ ആയിട്ട് ISI എന്താ, ISIന്റെ എപ്പോഴാണ് ISI, എങ്ങനെയാണ് ISI റെഡ്യൂസ് ചെയ്യുക, അതൊക്കെ നമുക്ക് നോക്കാം. സോ ഇൻ എ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം when data is transmitted in the form of pulse, അതായത് നമ്മളിപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൽ ഡാറ്റ ഒരു ഫോം ഓഫ് പൾസസ് ലൈക്ക് ബിറ്റ്സ് ആയിട്ട് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ്ഡ് ദ റിസീവർ ഡ്യൂ ടു അതർ ബിറ്റ്സ് ഓർ സിമ്പിൾസ് ഇന്റർഫിയർ വിത്ത് ദ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ്ഡ് ബൈ ദ ഡിസൈഡ് ബിറ്റ്. നമുക്ക് വേണ്ടുന്ന ഡിസൈഡ് ബിറ്റിന്റെ ഒപ്പം അതേഴ്സ് ബിറ്റ്സ് ഓർ സിമ്പിൾസ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ്ഡ് ബൈ അല്ലെങ്കിൽ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ്ഡ് ബൈ ദ റിസീവർ ഡ്യൂ ടു അതർ ബിറ്റ്സ് ഓർ സിമ്പിൾസ് ഇന്റർഫിയർ ചെയ്യും. നമ്മൾ ഡിസൈഡ് ബിറ്റിന്റെ ഒപ്പം വേറെ ബിറ്റ് ഇന്റർഫിയർ ചെയ്യും. ആ ഒരു പ്രോസസ്സാണ്, മീൻസ് ആ ഒരു സംഭവമാണ് ISI, ദാറ്റ് ഈസ് ഇന്റർ സിമ്പൽ ഇൻഡിഫറൻസ്. ആൻഡ് ദിസ് പ്രോസസ് ഈസ് നോൺ ആസ് ISI. അതായത് ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൻ്റെ അകത്ത് നമ്മൾ ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഇൻ ദ ഫോം ഓഫ് പൾസസ്, നമ്മൾ ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ്ഡ് ദ റിസീവറിലുള്ള ഔട്ട്പുട്ട് ഡ്യൂ ടു അതർ ബിറ്റ്സ് ഓർ സിമ്പിൾ ഇന്റർഫിയർ വിത്ത് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ്ഡ് ബൈ ദ ഡിസൈഡ് ബിറ്റ്. ഡിസൈഡ് ബിറ്റ് കാരണമുള്ള ഔട്ട്പുട്ടിന്റെ മേലെ അതർ ബിറ്റ്സ്, അതായത് നമ്മൾക്കിപ്പോൾ ആവശ്യമുള്ള ബിറ്റ്സ് മാത്രമല്ല, അതിന്റെ കൂടെ കുറച്ച് എക്സ്ട്രാ ബിറ്റും കൂടി ഇന്റർഫിയർ ചെയ്തിട്ട് വരുന്നുണ്ട്. അതിനാണ് നമ്മൾ ISI എന്ന് പറയുന്നത്. ആ ഇന്റർ സിമ്പിൾ ഇന്റർഫറൻസ്, ആ ബിറ്റിനെയാണ് നമ്മൾ ISI എന്ന് പറയുന്നത്. അതായത് അൺഡിസൈഡ് ആയിട്ടുള്ള ബിറ്റ്സ്, നമ്മൾ ഡിസൈഡ് ബിറ്റിന്റെ ഒപ്പം നമുക്ക് ആവശ്യമുള്ള ബിറ്റ്സിന്റെ ഒപ്പം അൺഡിസൈഡ് ആയിട്ടുള്ള ബിറ്റും കൂടി ആഡ് ഓൺ ചെയ്തിട്ട് വരും. ആ ഒരു പ്രോസസ്സാണ്. അത് കാരണം അതൊരു ബേസിക്കലി ഒരു ഇന്റർഫറൻസ് ആണ്. സോ ദാറ്റ് ഇന്റർഫിയർ വിത്ത് ഡിസൈഡ് ബിറ്റ്. സോ അതിനെയാണ് നമ്മൾ ISI എന്ന് പറയുന്നത്, ഇന്റർ സിമ്പിൾ ഇന്റർഫറൻസ്. സോ ഒരു PAM സിസ്റ്റം കൺസിഡർ ചെയ്യാം, വിച്ച് ഇസ് എ ബേസ് ബാൻഡ് സിസ്റ്റം എന്ന് പറയുന്നത്. ഈ ബേസ് ബാൻഡ് സിസ്റ്റം നമ്മൾ ഉദ്ദേശിക്കുന്ന അവിടെ മോഡുലേഷൻ ഒന്നും നടക്കുന്നില്ല. അതായത് നമ്മൾ സിഗ്നലിനെ അങ്ങനെ തന്നെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതാണ് വിത്തൗട്ട് എനി മോഡുലേഷൻ. സോ ആ ടൈപ്പ് ഓഫ് സിസ്റ്റം ആണ് ബേസ് ബാൻഡ് സിസ്റ്റം എന്ന് പറയുന്നത്. സോ നമ്മളിവിടെ ഒരു PAM, പൾസ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ സിസ്റ്റം കൺസിഡർ ചെയ്യാം. ഇവിടെ മോഡുലേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് ശരിയായുള്ള മോഡുലേഷൻ അല്ല, പൾസ് ആംപ്ലിറ്റ്യൂഡ് സിസ്റ്റം കൺസിഡർ ചെയ്യാം. സോ ഇവിടെ ഇൻപുട്ട് ബൈനറി ഡാറ്റ BK ഉണ്ട്, ആൻഡ് ദാറ്റ് ഈസ് ഗിവൺ ടു എ പൾസ് ജനറേറ്റർ. അതൊരു പൾസ് ജനറേറ്റർക്ക് കൊടുക്കുന്നുണ്ട്. ആൻഡ് പൾസ് ജനറേറ്റർ ഔട്ട്പുട്ട് ഇസ് ഗിവൺ ടു എ ട്രാൻസ്മിറ്റിംഗ് ഫിൽട്ടർ. പൾസ് ജനറേറ്ററിന്റെ ഔട്ട്പുട്ട് നമ്മൾ ട്രാൻസ്മിറ്റിംഗ് ഫിൽട്ടറിലേക്ക് കൊടുക്കുന്നുണ്ട്. ആൻഡ് ഔട്ട്പുട്ട് ഓഫ് ദ ട്രാൻസ്മിറ്റിംഗ് ഫിൽട്ടറിൽ നമ്മൾ ചാനൽ വഴി ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ നേരത്തെ പറഞ്ഞ കണ്ടീഷനാണ്. ചാനൽ എന്ന് പറഞ്ഞാൽ ഒരു അഡിറ്റീവ് വൈറ്റ് ഗോസിൻ നോയ്സ് ചാനലാണ്. സോ ഒബ്വിയസ്ലി അവിടെ എന്തുണ്ട്, ഒരു വൈറ്റ് ഗോസിൻ നോയ്സ് ആഡ് ഓൺ ചെയ്ത് വരുന്നുണ്ട്. ആൻഡ് ദാറ്റ് ഈസ് ഗിവൺ ടു റിസീവിംഗ് ഫിൽട്ടർ. അത് റിസീവ് ചെയ്യും, അത് നമ്മൾ സാമ്പിൾ ചെയ്യുന്നുണ്ട്. ആൻഡ് ദെൻ ഇറ്റ് ഈസ് ഗിവൺ ടു എ ഡിസിഷൻ ഡിവൈസ്. And decision device output we get the output binary data, and decision device based on some threshold value അത് ഡിസൈഡ് ചെയ്യും, and we get the output binary data. So ഇതാണ് ഒരു ബൈനറി PAM സിസ്റ്റം ആണ് ഇത് ഈ കാണിച്ചിരിക്കുന്ന ഫിഗറിൽ. സോ ഈ ഫിഗർ ജസ്റ്റ് നിങ്ങളൊന്ന് മനസ്സിൽ വെക്കുക. ഒരു ഇൻപുട്ട് ബൈനറി ഡാറ്റ ഉണ്ട് BK, അതൊരു പൾസ് ജനറേറ്ററിലേക്ക് കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഔട്ട്പുട്ട് ട്രാൻസ്മിറ്റിംഗ് ഫിൽറ്ററിലേക്ക് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ദാറ്റ് ഈസ് ട്രാൻസ്മിറ്റഡ് ത്രൂ എ ചാനൽ
ആ ചാനലിൽ ഒരു അഡിറ്റീവ് വൈറ്റ് ഗോസിൻ നോയ്സ് ചാനൽ ആയതുകൊണ്ട് തന്നെ അവിടെ അഡിറ്റീവ് വൈറ്റ് ഗോസിൻ നോയ്സ് ഗെറ്റ് ആഡഡ് അപ്പ് വിത്ത് ദിസ് ഒറിജിനൽ സിഗ്നൽ ആൻഡ് നമ്മൾ അതിനെ റിസീവ് ചെയ്യുന്നുണ്ട്, അതിനെ സാമ്പിൾ ചെയ്തു, ദെൻ വി ഗിവ് ടു ദ ഡിസിഷൻ ഡിവൈസിലേക്ക് കൊടുത്തു. അവിടെ ബേസ്ഡ് ഓൺ സം ത്രെഷോൾഡ് വാല്യൂ ഔട്ട്പുട്ട് ബൈനറി ഡാറ്റ നമ്മൾ ഡിറ്റക്ട് ചെയ്യുന്നുണ്ട്. ഇനി ഇതിന്റെ ജസ്റ്റ് ഒരു എക്സ്പ്ലനേഷൻ നോക്കാം. സോ ദ ഇൻപുട്ട് സിഗ്നൽ കൺസിസ്റ്റ് ഓഫ് ബൈനറി ഡാറ്റ സീക്വൻസ് BK. ബൈനറി ഡാറ്റ സീക്വൻസ് BK ആണ് ഇൻപുട്ട് സിഗ്നൽ, നമ്മൾ കണ്ടിട്ടുണ്ട്, വിത്ത് എ ബിറ്റ് ഡ്യൂറേഷൻ ഓഫ് TB സെക്കൻഡ്സ്. ഈ ഇൻപുട്ട് ബൈനറി ഡാറ്റ സീക്വൻസ് TB സെക്കൻഡ് ഡ്യൂറേഷനുള്ള ഇൻപുട്ട് സിഗ്നൽ ആണ്, അല്ലെങ്കിൽ ബൈനറി ഡാറ്റ സീക്വൻസ് ആണ് ഈ BK. ഇത് നമ്മളൊരു പൾസ് ജനറേറ്ററിലേക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട് അല്ലേ, നമ്മളെ ഫിഗറിൽ കണ്ടിട്ടുണ്ട്. ദാറ്റ് ഈസ് അപ്ലൈ ടു എ പൾസ് ജനറേറ്റർ ടു പ്രൊഡ്യൂസ് ഡിസ്ക്രീറ്റ് PAM സിഗ്നൽ. ഒരു ഡിസ്ക്രീറ്റ് ആയിട്ടുള്ള ഒരു പൾസ് ആംപ്ലിറ്റ്യൂഡ് സിഗ്നൽ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ പറഞ്ഞ BK, TB ഡ്യൂറേഷനുള്ള BK, അതായത് ബൈനറി ഡാറ്റ സീക്വൻസ് നമ്മളൊരു പൾസ് ആംപ്ലിറ്റ്യൂഡ് ജനറേറ്ററിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഈ പൾസ് ആംപ്ലിറ്റ്യൂഡ് ജനറേറ്ററിന്റെ ഔട്ട്പുട്ട് എന്തായിരുന്നു? എക്സ് ഓഫ് ടി. പൾസ് ആംപ്ലിറ്റ്യൂഡ് ജനറേറ്ററിന്റെ ഔട്ട്പുട്ട് എക്സ് ഓഫ് ടി ആണ് അല്ലേ. ആ ഈ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ പൾസ് ജനറേറ്ററിന്റെ ഔട്ട്പുട്ട് എന്താ? എക്സ് ഓഫ് ടി അല്ലേ. ആ എക്സ് ഓഫ് ടിന്റെ എക്സ്പ്രഷൻ ആണ് എഴുതിയിരിക്കുന്നത്. ദാറ്റ് എക്സ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ സമ്മേഷൻ k ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി AK V ഓഫ് ടി മൈനസ് KTB ആണ്. AK V ഓഫ് ടി മൈനസ് KTB, അതാണ് നമ്മൾ എക്സ് ഓഫ് ടി. അതായത് പൾസ് ജനറേറ്ററിന്റെ ഔട്ട്പുട്ട് ആയിട്ടുള്ള പൾസ് ആംപ്ലിറ്റ്യൂഡ് സിഗ്നൽ ആണ് ഈ എക്സ് ഓഫ് ടി. അതിന്റെ എക്സ്പ്രഷൻ ആണ് ഈ എഴുതിയിരിക്കുന്നത്. അതിൽ വി ഓഫ് ടി ഡിനോട്ട്, അതായത് ഈ വി ഓഫ് ടി മൈനസ് KTB ഇല്ല, അതിൽ വി ഓഫ് ടി ഡിനോട്ട് ദ പൾസ് നോർമലൈസ്ഡ് സച്ച് ദാറ്റ് വി ഓഫ് 0 എന്ന് പറഞ്ഞാൽ 1 ആണ്. ഇതൊരു പൾസ് നോർമലൈസ്ഡ് വാല്യൂ ആണ് വി ഓഫ് ടി. ആ വി ഓഫ് ടിനകത്ത് ഇപ്പം ടി ഈക്വൽ ടു 0 ആണെങ്കിൽ വി ഓഫ് 0 എന്ന് പറഞ്ഞാൽ 1 ആണ്. ആൻഡ് ദ ഫസ്റ്റ് ബ്ലോക്ക് ഓഫ് ദ സിസ്റ്റം ഇസ് ദ പൾസ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റർ. പൾസ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റർ ആണ് ഈ ഫസ്റ്റ് ബ്ലോക്ക് ഈ ഒരു സിസ്റ്റത്തിനകത്തുള്ള. ആൻഡ് ഇറ്റ് കൺവേർട്ട് ദ സീക്വൻസ് ഇൻ ടു പോളാർ ഫോം. ഈ പറഞ്ഞ പൾസ് ജനറേറ്ററിനകത്തുള്ള ഈ പറഞ്ഞ പൾസസിലേക്ക് കൺവേർട്ട് ചെയ്യും. അതായത് ഇറ്റ് കൺവേർട്ട് ദ ഇൻ ടു പോളാർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യും. ലൈക്ക് ഇഫ് BK നമ്മൾ ഇൻപുട്ട് ആയിട്ട് എഴുതുന്ന BK എന്ന് പറഞ്ഞ വാല്യൂ 1 ആണെങ്കിൽ നമ്മൾ ഈ ഇക്വേഷൻ നമ്പർ 1 ഇവിടെ ഡിനോട്ട് ചെയ്തിട്ടുണ്ട്. സോ ഇക്വേഷൻ നമ്പർ 1 AKന്റെ വാല്യൂ പ്ലസ് A ആവും. ഇഫ് BKന്റെ വാല്യൂ 0 ആണെങ്കിൽ, അതായത് ഇഫ് BKന്റെ വാല്യൂ 0 ആണെങ്കിൽ then this AK വാല്യൂ is മൈനസ് A. അത് രണ്ട് ആംപ്ലിറ്റ്യൂഡിലേക്ക് പോളാർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തു ഡിപ്പെൻഡിങ് അപ്പോൺ ദ വാല്യൂ ഓഫ് 1 and 0. സോ ദ PAM സിഗ്നൽ എക്സ് ഓഫ് ടി, നമുക്കിപ്പോൾ പൾസ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് പൾസ് സിഗ്നൽ ജനറേറ്റ് ചെയ്ത് ഈ പൾസ് ആംപ്ലിറ്റ്യൂഡ് സിഗ്നലിന് നമ്മൾ എക്സ് ഓഫ് ദെൻ ഈസ് പാസ് ത്രൂ എ ട്രാൻസ്മിറ്റിംഗ് ഫിൽട്ടർ. നമ്മളൊരു ട്രാൻസ്മിറ്റിംഗ് ഫിൽട്ടറിലേക്ക് പാസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ദെൻ ഔട്ട്പുട്ട് ഓഫ് ദ ട്രാൻസ്മിറ്റിംഗ് ഫിൽട്ടർ ഇസ് ട്രാൻസ്മിറ്റഡ് ഓവർ ദ ചാനലിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്തിട്ടുണ്ട്. The channel delivers the signal to the receiving filter. ചാനൽ വഴി ട്രാൻസ്മിറ്റ് ചെയ്ത് അത് റിസീവിംഗ് ഫിൽട്ടറിലേക്ക് എത്തി. ദ ഔട്ട്പുട്ട് ഓഫ് ദ റിസീവിംഗ് ഫിൽട്ടർ എന്ന് പറഞ്ഞാൽ Y ഓഫ് ടി വെച്ചിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. നമ്മൾ ട്രാൻസ്മിറ്ററിലേക്ക് വരുന്ന ഇൻപുട്ട് എക്സ് ഓഫ് ടി ആണ്, ആൻഡ് റിസീവറിന്റെ ഔട്ട്പുട്ട് Y ഓഫ് ടി ആണ് പറഞ്ഞിട്ടുണ്ട്. ട്രാൻസ്മിറ്ററിലേക്ക് എത്തുന്നത് എക്സ് ഓഫ് ടി, റിസീവറിന് പുറത്ത് വരുന്നത് Y ഓഫ് ടി, ആൻഡ് വിച്ച് ഇസ് എ നോയ്സി റിപ്ലിക്ക ഓഫ് എക്സ് ഓഫ് ടി അല്ലെ. ഈ Y ഓഫ് ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാക്ട്ലി ഈ എക്സ് ഓഫ് ടി അല്ല, ട്രാൻസ്മിറ്ററിലേക്ക് എത്തിയതല്ല. പക്ഷെ അതിന്റെ പിന്നെ കുറച്ച് നോയ്സ് ആയിട്ടുള്ള സിഗ്നലാണ് ഈ Y ഓഫ് ടി എന്ന് പറയുന്നത്. അതായത് റിപ്ലിക്ക തന്നെ, എക്സ് ഓഫ് ടി റിപ്ലിക്ക തന്നെ, പക്ഷെ അഡീഷണൽ ആയിട്ട് കുറച്ച് നോയ്സി റിപ്ലിക്ക ഓഫ് എക്സ് ഓഫ് ടി ആണ്. സോ ദ സിഗ്നൽ Y ഓഫ് ടി സാമ്പിൾഡ് നമ്മൾ അവിടെ കണ്ടിട്ടുണ്ട് റിസീവിംഗ് ഫിൽട്ടർ. മീൻസ് ഈ ഡയഗ്രത്തിനകത്ത് ഇതാണ് നമ്മളെ റിസീവിംഗ് ഫിൽട്ടർ. ഇതാണ് നമ്മളെ റിസീവിംഗ് ഫിൽട്ടർ. റിസീവിംഗ് ഫിൽട്ടറിലേക്ക് എത്തുന്നത് നമ്മൾ എക്സ് ഓഫ് ടി ആണ് റിസീവിംഗ് ഫിൽട്ടറിലേക്ക് എത്തുന്നത്. റിസീവിംഗ് ഫിൽട്ടറിന്റെ ഔട്ട്പുട്ട് ഉള്ളത് Y ഓഫ് ടി ആണ്. ഈ Y ഓഫ് ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞിരിക്കുന്ന എക്സ് ഓഫ് ടിന്റെ ഒരു നോയ്സി റിപ്ലിക്കയാണ് ഈ Y ഓഫ് ടി. അതിനെ നമ്മൾ സാമ്പിൾ ചെയ്യുന്നുണ്ട്. അറ്റ് T ഈക്വൽ ടു ITV നമ്മൾ സാമ്പിൾ ചെയ്യും. T equal to ITB sampling. That is the signal Y of T is sampled synchronously with the transmitter, and the sampling instead are T equal to ITB. T equal to ITB നമ്മൾ സാമ്പിൾ ചെയ്തു. The sampled signal Y of Ti. ഈ സാമ്പിൾ ചെയ്ത സിഗ്നൽ ആണ് Y of Ti. The sampled signal is Y of Ti. The sampled signal is given to the decision device. നമ്മൾ സാമ്പിൾ ചെയ്ത സിഗ്നൽ ഒരു ഡിസിഷൻ ഡിവൈസിലേക്കാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഈ ഫിഗർ ജസ്റ്റ് ഒന്ന് നോക്കിയേ.
ഇതാണ് നമ്മൾ റിസീവ് ചെയ്ത സിഗ്നൽ എക്സ് ഓഫ് ടി ആണ്. റിസീവിംഗ് ഫിൽറ്ററിന്റെ ഔട്ട്പുട്ട് വന്നത് വൈ ഓഫ് ടി ആണ്. ആ വൈ ഓഫ് ടിനെ നമ്മൾ ടി ഈക്വൽ ടു ഐ ടി വിയിൽ സാമ്പിൾ ചെയ്തു. ആ വൈ ഓഫ് സാമ്പിൾ ചെയ്ത സിഗ്നൽ അപ്പം എന്തായി മാറി? വൈ ഓഫ് ടി അറ്റ് ടി ഈക്വൽ ടു ഐ ടി വിയിൽ സാമ്പിൾ ചെയ്ത സമയത്ത് വൈ ഓഫ് ടി ഐ ആയി മാറി. ആ വൈ ഓഫ് ടി ആണ് നമ്മൾ ഡിസിഷൻ ഡിവൈസിലേക്ക് കൊടുക്കുന്നത്. അത് തന്നെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. സിഗ്നൽ വൈ ഓഫ് ടി is sampled synchronously with the transmitter. The sampling instant are t equal to ITV. Then the sampled signal y of ti is then given to a decision device. And the decision device compares the input signal with the threshold value lambda. ഈ ഡിസിഷൻ ഡിവൈസ് എന്താ ചെയ്യാന്ന് വെച്ചാൽ ഈ വരുന്ന വൈ ഓഫ് ടി ഐന് ഒരു പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ത്രെഷോൾഡ് വാല്യൂ ഉണ്ട്, ലാംഡ വെച്ച് കമ്പയർ ചെയ്യും. The decision device compare the input signal with the threshold lambda. And the decision is taken as follows. Decision എങ്ങനെ എടുക്കുന്നതെന്ന് വെച്ചാൽ ഈ ഒരു കണ്ടീഷൻ വെച്ചിട്ടാണ്. ഈ വരുന്ന വൈ ഓഫ് ടി ഐ, അതായത് ഈ സാമ്പിൾ ചെയ്ത് വരുന്ന വൈ ഓഫ് ടി ഐ ഗ്രേറ്റർ ദാൻ ലാംഡ വാല്യൂ ആണ്. നമ്മളിപ്പോൾ ലാംഡ എന്ന് പറയുന്ന ത്രെഷോൾഡ് വാല്യൂ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് ലാംഡ വാല്യൂവിനെ കാട്ടി വലുതാണെങ്കിൽ നമ്മൾ സിമ്പിൾ 1 ആണ് റിസീവ് ചെയ്തതെന്ന് അസ്യൂം ചെയ്യുന്നില്ല. നമ്മൾ ആ ഒരു രീതിയിലാണ് ഡിസിഷൻ എടുക്കുന്നത്. ഈ വൈ ഓഫ് ടി ഐ വരുന്ന വൈ ഓഫ് ടി ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലാംഡ ആണെങ്കിൽ സിമ്പിൾ 0 ആണ് റിസീവ് ചെയ്തതെന്നാണ് ഡിസിഷൻ. സോ 2 ഡിസിഷനാണ്, ഐദർ 0 അല്ലെങ്കിൽ 1. കാരണം നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ബികെന് ഒന്നിലെ 1 ട്രാൻസ്മിറ്റ് ചെയ്യും അല്ലെങ്കിൽ 0 ട്രാൻസ്മിറ്റ് ചെയ്യും. സോ റിസീവ് ചെയ്യുന്നത് എന്തായിരിക്കണം? ഒന്നിലെ 1 ആയിരിക്കണം, 0 ആയിരിക്കണം. സോ ആ 1 ആണോ 0 ആണോ റിസീവ് ചെയ്യുന്നുള്ളത് ബേസ്ഡ് ഓൺ ദിസ് വൈ ഓഫ് ടി ഐ വാല്യൂ. അതേപോലെ തന്നെ ബേസ്ഡ് ഓൺ വാട്ട് ദ ലാംഡ വാല്യൂ ആണ്. ലാംഡ വാല്യൂ എന്താ? ഇറ്റ്സ് എ ത്രെഷോൾഡ് വാല്യൂ. ലാംഡ എന്ന് പറഞ്ഞാൽ ത്രെഷോൾഡ് വാല്യൂ അല്ലേ? ലാംഡ എന്ന് പറഞ്ഞാൽ ത്രെഷോൾഡ് വാല്യൂ ആണ്. സോ ഈ വൈ ഓഫ് ടി ഐ ഗ്രേറ്റർ ദാൻ ലാംഡ ആകുന്ന സമയത്ത് സിമ്പിൾ 1 ഈസ് റിസീവ്ഡ്, ആൻഡ് വൈ ഓഫ് ടി ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലാംഡ ആകുന്ന സമയത്ത് സിമ്പിൾ 0 ഈസ് റിസീവ്ഡ് അല്ലേ? സോ നമുക്ക് റിസീവിംഗ് ഫിൽറ്ററിന്റെ ഔട്ട്പുട്ട് എങ്ങനെ എഴുതാം? റിസീവിംഗ് ഫിൽറ്ററിന്റെ ഔട്ട്പുട്ട് എഴുതേണ്ട ഇക്വേഷൻ ആണ് നെക്സ്റ്റ് കാണിച്ചിരിക്കുന്നത്. ദാറ്റ് ഇസ് വൈ ഓഫ് ടി ഈസ് ഈക്വൽ ടു mu. This mu into summation k equal to minus infinity to infinity ak into p of t minus ktb plus n of t. അതായത് y of t എന്ന് പറയുന്നത് നോയ്സി റെപ്ലിക്ക ആയതുകൊണ്ട് തന്നെ ഒരു എക്സ്ട്രാ ടേം n of t കൂടി ഇതിന്റെ ഒപ്പം ആഡ് ഓൺ ആയിട്ട് വരും. സോ ഹിയർ mu ആണ് സ്കെയിലിംഗ് ഫാക്ടർ. mu എന്ന് പറയുന്നത് ഒരു സ്കെയിലിംഗ് ഫാക്ടർ ആണ്. ആൻഡ് n of t is the noise. n of t എന്ന് പറയുന്നത് നോയ്സ് ആണ്. ആൻഡ് ദിസ് p of t minus ktb, അതിൽ p of t എന്ന് പറഞ്ഞാൽ ഷേപ്പ് ആണ്. ഷേപ്പ് വിച്ച് ഇസ് ഡിഫറെന്റ് ഫ്രം v of t. നമ്മൾ എക്സ് ഓഫ് ടി എഴുതിയിട്ടുണ്ടായിരുന്നു. എക്സ് ഓഫ് ടിയിൽ എന്നാ ak ഇൻറ്റു വി ഓഫ് ടി മൈനസ് കെ ടി ബി ആണ്. സോ അതായത് പൾസിന്റെ ഷേപ്പാണ് പറയുന്നത്. അതായത് നോർമലൈസ്ഡ് പൾസ് ആണ് ഈ വി ഓഫ് ടി എന്ന് പറയുന്നത്. സോ പി ഓഫ് ടി എന്ന് പറയുന്നത് ഇറ്റ്സ് ഡിഫറെന്റ് ഫ്രം വി ഓഫ് ടി ആണ്. അതൊരു ഷേപ്പാണ്. പി ഓഫ് ടി ഇസ് ഷേപ്പ് ഡിഫറെന്റ് ഫ്രം വി ഓഫ് ടി. അത് റിസീവിംഗ് ഫിൽറ്ററിന്റെ ഔട്ട്പുട്ട് ഇതിപ്പം വൈ ഓഫ് ടി ആണ്. ഇനി നമ്മൾ സാമ്പിൾ ചെയ്തിട്ട് കിട്ടുന്ന ഔട്ട്പുട്ട് ടി ഈക്വൽ ടു ഐ ടി വി. അപ്പൊ അതെന്ന് നമുക്ക് എങ്ങനെ ഡിനോട്ട് ചെയ്യാം? വൈ ഓഫ് ടി ആയിട്ട് എഴുതിക്കൂടെ? മുന്നേ പറഞ്ഞ പോലെ തന്നെ റിസീവിംഗ് ഫിൽറ്ററിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് സാമ്പിൾ അറ്റ് ടി ഈക്വൽ ടു ഐ ടി വി. സോ അറ്റ് ടി ഈക്വൽ ടു ഐ ടി വി ദിസ് ഇക്വേഷൻ, അതായത് ഇക്വേഷൻ നമ്പർ 2 എങ്ങനെയായി മാറി? വൈ ഓഫ് ടി ഐ ഈക്വൽ ടു മ്യൂ ഇൻറ്റു സമ്മേഷൻ കെ ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എ കെ ഇൻറ്റു പി ഓഫ് ഐ ടീന്റെ അടുക്ക് എന്തായി മാറി? ടീന്റെ അടുക്ക് ഐ ടി വി വെച്ച് റീപ്ലേസ് ചെയ്തു. അത്രേ ഉള്ളൂ. ടി ഈക്വൽ ടു ഐ ടി വി എന്ന് പറഞ്ഞാൽ ടി വരുന്നുണ്ടെങ്കിൽ ഐ ടി വി വെച്ച് റീപ്ലേസ് ചെയ്തു. അതായത് ഇക്വേഷൻ നമ്പർ 2 നമ്മൾ എന്ത് ചെയ്ത്? ടി ഈക്വൽ ടു ഐ ടി വിയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത ടി വരുന്നുണ്ടെങ്കിൽ ഐ ടി വി വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ ഇപ്പൊ ഈ ഇക്വേഷൻ എന്തായി മാറി? ഇതിൽ ടി ബി കോമൺ ആയിട്ട് വരുന്നുണ്ട്. അതായത് ഈ ഇക്വേഷൻ ഇവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ടി ബിയും കോമൺ ആയിട്ട് വരുന്നുണ്ട്. സോ ഐ മൈനസ് കെ നമ്മൾ ബ്രാക്കറ്റിനുള്ളിൽ എടുത്ത് ടി കോമൺ ആയിട്ട് പുറത്ത് എഴുതി. ദാറ്റ് ഈസ് മ്യൂ ഇൻറ്റു സമ്മേഷൻ കെ ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എ കെ ഇൻറ്റു പി ഓഫ് ഐ മൈനസ് കെ ടി ബി. ഇങ്ങനെ എഴുതി. ഐ മൈനസ് കെ ടി ബി എന്ന് പറഞ്ഞിട്ട് എഴുതി. സോ ഇത് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുവാണെങ്കിൽ വൈ ഓഫ് ടി ഐനെ നമുക്ക് ഇങ്ങനെ എഴുതാം. മ്യൂ ഇൻറ്റു എ ഐ പ്ലസ് mu into summation k equal to minus infinity to infinity a k of p into I minus k tb. That is equation number 3 ആയിട്ട് മാറ്റി എഴുതി. So from equation 3 നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്നത്
The first term, അതായത് ഈ ഫസ്റ്റ് ടേം mu into ai is the contribution of ith transmitted bit. ഫസ്റ്റ് ടേം ആണ് കോൺട്രിബ്യൂഷൻ ഓഫ് ith transmitted ബിറ്റിന്റെ കോൺട്രിബ്യൂഷൻ ആണ്. സെക്കൻഡ് ടേംസ് റെപ്രസെന്റ് ദ റെസിഡ്യൂൽ എഫക്ട് ഓഫ് ഓൾ അതർ ബിറ്റ്. നമുക്ക് നമ്മളിപ്പോ ഒരു ith ട്രാൻസ്മിറ്റഡ് ബിറ്റിന്റെ കോൺട്രിബ്യൂഷൻ ഈ കാണിച്ചിരിക്കുന്ന y ഓഫ് ടി ഈ ഫസ്റ്റ് ടേം മാത്രമാണ് കോൺട്രിബ്യൂഷൻ. ഒരു മിനിറ്റ്, ഇതാണ് നമ്മൾ ഫൈനൽ എക്സ്പ്രഷൻ y ഓഫ് ടി ഐ. സോ ഈ y ഓഫ് ടി ഐനകത്ത് ഈ ഫസ്റ്റ് ടേം ആണ് നമുക്ക് വേണ്ടുന്ന ഒറിജിനൽ, നമ്മൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്ത ബിറ്റിന്റെ കോൺട്രിബ്യൂഷൻ. ഈ സെക്കൻഡ് ടേം എന്ന് പറയുന്നത് ബേസിക്കലി ഒരു റെസിഡ്യൂ ആണ്. ഇറ്റ്സ് റെസിഡ്യൂൽ എഫക്ട് ഓഫ് ഓൾ അതർ ബിറ്റ് ട്രാൻസ്മിറ്റഡ്. സോ ഈ റെസിഡ്യൂൽ എഫക്റ്റിനാണ് നമ്മൾ ISI എന്ന് പറയുന്നത്. ബാക്കിയുള്ള ബിറ്റ് കാരണം വരുന്ന ഇന്റർഫറൻസ് ആണ് ഈ പറഞ്ഞിരിക്കുന്ന സെക്കൻഡ് ടേം. സോ ഈ സെക്കൻഡ് ടേം ആണ് ബേസിക്കലി ISI, ദാറ്റ് ഈസ് ഇന്റർ സിമ്പൽ ഇന്റർഫറൻസ്. സോ നമുക്ക് ആവശ്യമുള്ള എന്താ, ഈ മ്യൂ AI മാത്രമേ ആവശ്യമുണ്ടായിരുന്നു, പക്ഷെ അതിന്റെ അപ്പുറം എക്സ്ട്രാ ഈ ഒരു സെക്കൻഡ് ടേമും കൂടി വന്നു. സോ ഈ സെക്കൻഡ് ടേം ആണ് ബേസിക്കലി നോൺ ആസ് ISI, ഇന്റർ സിമ്പൽ ഇന്റർഫറൻസ്. സോ ഒന്നുമില്ല, ജസ്റ്റ് എക്സ് ഓഫ് ടിന്റെ എക്സ്പ്രഷൻ എഴുതുക, y ഓഫ് ടി റിസീവ് സിഗ്നൽ എക്സ്പ്രഷൻ എഴുതുക, y ഓഫ് ടി ഐന്റെ എക്സ്പ്രഷൻ എഴുതുക. നമ്മൾ സാമ്പിൾ ചെയ്ത് കിട്ടുന്ന സമയത്തിൽ എക്സ്പ്രഷൻ എഴുതുക. ആ എക്സ്പ്രഷൻ എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് സെക്കൻഡ് ടേം ആണ് റെസിഡ്യൂ എഫക്റ്റ്. ആ റെസിഡ്യൂ എഫക്റ്റ് കാരണം that residue effect is due to all other bits. നമുക്ക് ith ട്രാൻസ്മിറ്റഡ് ബിറ്റ് അല്ലാണ്ട് നമുക്കിപ്പോൾ ith ട്രാൻസ്മിറ്റഡ് ഒരു ith ആയിട്ടുള്ളൊരു ബിറ്റ് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്. ith ട്രാൻസ്മിറ്റഡ് ബിറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻ ആണ് ഈ ഫസ്റ്റ് ടേം. സെക്കൻഡ് ടേംസ് എല്ലാം ഡ്യൂ ടു ദ കോൺട്രിബ്യൂഷൻ ഓഫ് ബാക്കിയുള്ള ബിറ്റ്സിന്റെ കോൺട്രിബ്യൂഷൻസ് ആണ്. സെക്കൻഡ് ടേം എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള ബിറ്റ്സിന്റെ കോൺട്രിബ്യൂഷൻസ് ആണ്. സോ ഈ ഒരു എഫക്റ്റ് ആണ് ISI എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഈ പറഞ്ഞ ISIന്റെ അല്ലെങ്കിൽ നിക്വിസ്റ്റ് ക്രൈറ്റീരിയ ഫോർ സീറോ ISI ആണ്. ISI ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയുള്ള നിക്വിസ്റ്റ് ക്രൈറ്റീരിയ. അതിൽ രണ്ട് ടൈപ്പ് ഓഫ് ക്രൈറ്റീരിയ, ഒരു ടൈം ഡൊമൈൻ റെപ്രസെന്റേഷനിലെ ക്രൈറ്റീരിയം പഠിക്കും, അതേപോലെ തന്നെ ഫ്രീക്വൻസി ഡൊമൈനിലെ ക്രൈറ്റീരിയം പഠിക്കും. സോ ഫ്രം ഇക്വേഷൻ 3 നമ്മളിപ്പോൾ ലാസ്റ്റ് കണ്ട ഇക്വേഷൻ അതിൽ നിന്ന് ക്ലിയർ ആണ്, സെക്കൻഡ് ടേം മസ്റ്റ് ബി 0. ISI 0 ആക്കാന്നുള്ള രീതിയിലാണെങ്കിൽ സെക്കൻഡ് ടേം 0 ആയി കഴിഞ്ഞാൽ നമുക്ക് ലെഫ്റ്റ് ഓവർ ടേം എന്തായിരിക്കും? ലെഫ്റ്റ് ഓവർ ടേം എന്താ? മ്യൂ AI മാത്രമേ ഉള്ളൂ. സോ സെക്കൻഡ് ടേം 0 ആയിക്കാൻ നമുക്ക് പറയാം ISI 0 ആണ്. സോ ഇക്വേഷൻ 3 നമുക്ക് മനസ്സിലാകുന്ന കാര്യം സെക്കൻഡ് ടേം 0 ആയിക്കഴിഞ്ഞാൽ ISI 0 ആണ്. സോ നമ്മൾ P of t ഈസ് കൺട്രോൾ സച്ച് ദാറ്റ് നമ്മൾ ഈ സെക്കൻഡ് ടേമിൽ എന്താ ഉള്ളത്? സെക്കൻഡ് ടേമിൽ P of I minus k into TB എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ ഉണ്ട്. സെക്കൻഡ് ടേം ജസ്റ്റ് ഒന്ന് നോക്കിയേ, AK into P of I minus k TB എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ ഉണ്ട്. സോ അതിനകത്തുനിന്ന് നമുക്ക് P of t കൺട്രോൾ ചെയ്തിട്ടാണ് നമ്മൾ 0ലേക്ക് വാല്യൂ ആക്കുന്നത്. P of t കൺട്രോൾ ചെയ്തിട്ട് 0, അതായത് ISI എലിമിനേറ്റ് ചെയ്യണം. സോ ദ സെക്കൻഡ് ടേം ദാറ്റ് ഇസ് P of I minus k TB, അതിന്റെ വാല്യൂ എപ്പോഴാ? രണ്ട് വാല്യൂസ് എടുക്കുക. I equal to k ആണെങ്കിൽ അതിന്റെ വാല്യൂ 1 ആണ്. ദാറ്റ് ഇസ് P of 0 എന്ന് പറഞ്ഞ വാല്യൂ 1 ആണ്. I not equal to k ന്റെ കേസിൽ P of 0 മീൻസ് P of I minus k ന്റെ വാല്യൂ എന്താ? 0 ആണ്. സോ ദിസ് ഇസ് ദ ടൈം ഡൊമൈൻ ക്രൈറ്റീരിയ ഫോർ 0 ISI. അതായത് ഇതാണ് ടൈം ഡൊമൈൻ ക്രൈറ്റീരിയ ഫോർ 0 ISI. Time domain criteria for 0 ISI. That is, if P of t satisfy the above condition, then we can get a signal free from ISI. ഈ above condition satisfy ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും? ഒരു 0 ISI, a signal which is free from 0 ISI ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. ഇത് ടൈം ഡൊമൈൻ ക്രൈറ്റീരിയ. സോ നിക്വിസ്റ്റ് ക്രൈറ്റീരിയ ഫോർ 0 ISI ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് ഡൊമൈനിലെ ക്രൈറ്റീരിയയും കൂടി എക്സ്പ്ലെയിൻ ചെയ്യണം. അതായത് ടൈം ഡൊമൈൻ ക്രൈറ്റീരിയ എക്സ്പ്ലെയിൻ ചെയ്യണം, അതുപോലെ തന്നെ ഫ്രീക്വൻസി ഡൊമൈൻ ക്രൈറ്റീരിയ എക്സ്പ്ലെയിൻ ചെയ്യണം. സോ ടൈം ഡൊമൈൻ ക്രൈറ്റീരിയയിൽ നമ്മൾ എന്ത് ചെയ്യും? ഈ പറഞ്ഞ എക്സ്പ്രഷൻ്റെ അകത്ത് P of I minus k into TB എന്നുള്ള എക്സ്പ്രഷൻ എടുക്കും. അതിനകത്ത് I equal to k ന്റെ എക്സ്പ്രഷനും ഇതും, എന്നിട്ട് എന്ത് വാല്യൂ വരുന്നത്? I not equal to k ന്റെ. ഈ രണ്ട് കണ്ടീഷൻ P of t സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും we get a signal which is free from ISI. That is y of t equal to mu into AI. സെക്കൻഡ് ടേം 0 ആയി പോകും. നെക്സ്റ്റ് ഫ്രീക്വൻസി ഡൊമൈൻ ക്രൈറ്റീരിയ നോക്കുവാണെങ്കിൽ ഈ P of NTB represent an impulse response, അല്ലെങ്കിൽ impulse at which P of t is sampled for the decision. P of t നമ്മൾ sample ചെയ്യുന്നു for taking some decision, and it can be taken as an infinite length of impulse which is with the period TB. ഇൻഫൈനൈറ്റ് ലെങ്ത് ഉള്ളൊരു ഇമ്പൾസ് ആണ് നമുക്ക് എടുക്കാം. അതിന്റെ ലെങ്ത് എന്ന് പറയുന്നത്
ടി ബി ആണെന്ന് പറയാം. അതിന്റെ പീരീഡ് നമുക്ക് ടി ബി ആണെന്ന് പറയാം. ആൻഡ് വിച്ച് ആർ വെയ്റ്റഡ് വിത്ത് ആംപ്ലിറ്റ്യൂഡ് ഓഫ് പി ഓഫ് ടി. ഇനി പി ഡെൽറ്റ ഓഫ് എഫ് റെപ്രസെന്റ് ദ സ്പെക്ട്രം ഓഫ് പി ഓഫ് എൻ ടി ബി. ഈ പി ഡെൽറ്റ ഓഫ് എഫ് എന്ന് പറയുന്നത് ഇതിന്റെ സ്പെക്ട്രം ആണ്, പി ഓഫ് എൻ ടി ബിന്റെ സ്പെക്ട്രം ആണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ പി ഡെൽറ്റ ഓഫ് എഫ് നമുക്ക് എന്തായിട്ട് എഴുതാം? പി ഡെൽറ്റ ഓഫ് എഫ് എന്ന് പറയുന്നത് ഒരു സ്പെക്ട്രം അല്ലേ? പി ഓഫ് എൻ ടി ബിന്റെ സ്പെക്ട്രം ആണ് ഈ പി ഡെൽറ്റ ഓഫ് എഫ് എന്ന് പറയുന്നത്. സോ അത് നമുക്ക് എങ്ങനെ എഴുതാം? പി ഡെൽറ്റ ഓഫ് എഫ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് ദിസ് പി ഓഫ് എൻ ടി ബി. പി എൻ ടി ബിന്റെ ഫോറിയർ ട്രാൻസ്ഫോം എടുത്തു കഴിഞ്ഞാലാണ് പി ഓഫ് ഡെൽറ്റ എഫ് കിട്ടുന്നത്. ദാറ്റ് ഇസ് സ്പെക്ട്രം. സോ ഒരു ഇമ്പൾസിന്റെ ഫോറിയർ ട്രാൻസ്ഫോം ദാറ്റ് ഇസ് പി എൻ ടി ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ഒരു ഇമ്പൾസ് ആണ്. സോ ആ ഇമ്പൾസിന്റെ ഫോറിയർ ട്രാൻസ്ഫോം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ സ്പെക്ട്രം പി ഡെൽറ്റ എഫ് കിട്ടി. സോ അതിന് എങ്ങനെ എഴുതാം? ഇതിന്റെ ഫോറിയർ ട്രാൻസ്ഫോം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എഴുതാം എഫ് ബി, സ്മോൾ എഫ് ബി ആണ്, എഫ് ബി ഇൻറ്റു സമ്മേഷൻ എൻ ടെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി പി ഓഫ് എഫ് മൈനസ് എൻ എഫ് ബി. അത് ഇക്വേഷൻ എ എന്ന് പറഞ്ഞിട്ട് മാർക്ക് ചെയ്യാം. നമുക്ക് പി ഡെൽറ്റ ഓഫ് ടിന്റെ വാല്യൂ എങ്ങനെ എഴുതാം? പി ഡെൽറ്റ ഓഫ് ടിന്റെ വാല്യൂ, ഇത് പി ഡെൽറ്റ ഓഫ് എഫിന്റെ വാല്യൂ ആണ് ഇക്വേഷൻ എ ആയിട്ട് മാർക്ക് ചെയ്യേണ്ടത്. അതിന് പി ഡെൽറ്റ ഓഫ് ടിന്റെ വാല്യൂ സമ്മേഷൻ എൻ ഈസ് ഇക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ഇൻഫിനിറ്റി പി ഓഫ് എൻ ടി ബി ഇൻറ്റു ഡെൽറ്റ ഓഫ് ടി മൈനസ് എൻ ടി ബി. പി ഓഫ് എൻ ടി ബി ഇൻറ്റു ഡെൽറ്റ ഓഫ് ടി മൈനസ് എൻ ടി ബി. അതാണ് പി ഡെൽറ്റ ഓഫ് ടി. പി ഡെൽറ്റ ഓഫ് എഫ് എഴുതി, അതേപോലെ തന്നെ പി ഡെൽറ്റ ഓഫ് ടി എഴുതി. അങ്ങനെയാണെങ്കിൽ നമുക്ക് പി ഡെൽറ്റ ഓഫ് എഫ് എങ്ങനെ എഴുതാം? പി ഡെൽറ്റ ഓഫ് എഫ് എന്ന് പറഞ്ഞാൽ എന്താ? മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി പി ഡെൽറ്റ ഓഫ് ടി ഇൻറ്റു ഇ റേസ് ടു മൈനസ് ജെ 2/ft dt. അതായത് ഫോറിയർ ട്രാൻസ്ഫോം അല്ലേ? പി ഡെൽറ്റ ഓഫ് എഫിന്റെ വാല്യൂ നമുക്ക് എങ്ങനെ എഴുതാം? ഈ പി ഡെൽറ്റ ഓഫ് ടീനെ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടല്ലേ പി ഡെൽറ്റ ഓഫ് എഫ് വരുന്നത്? ആ ഇന്റഗ്രേഷൻ എഴുതുന്നേ ഉള്ളൂ. ദാറ്റ് ഈസ് പി ഡെൽറ്റ ഓഫ് എഫ് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി പി ഡെൽറ്റ ഓഫ് ടി ഇ റേസ് ടു മൈനസ് ജെ 2/ft dt. ഇനി ഒന്നുമില്ല, നേരത്തെ ഇപ്പം കണ്ട ഇക്വേഷൻ, അതായത് പി ഡെൽറ്റ ഓഫ് ടിന്റെ ഇക്വേഷൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. പി ഡെൽറ്റ ഓഫ് ടിന്റെ ഇക്വേഷൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി നമ്മൾ എടുക്കുന്ന എന്നിനെ നമ്മൾ ഐ മൈനസ് കെ വെച്ചിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. എന്നിനെ നമ്മൾ ഐ മൈനസ് കെ വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ എന്തായി? ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ഇൻഫിനിറ്റി ഉള്ളിലുള്ള സമ്മേഷൻ എന്ന് വരുന്നെടുക്കുക ഐ മൈനസ് കെ വെച്ചിട്ട് റീപ്ലേസ് ചെയ്യും. ഇവിടെ എന്നുണ്ട്, സോ ഐ മൈനസ് കെ വെച്ച് റീപ്ലേസ് ചെയ്തു. നൗ applying the time domain criteria for 0 ASA. 0 ASA വരുന്ന ക്രൈറ്റീരിയ ഏതൊക്കെയാ? I equal to k ആവുന്ന സമയത്ത്, I equal to k ആവുന്ന സമയത്ത് P of 0, that is first condition. Time domain criteria നമ്മൾ കൊടുക്കുകയാണെന്ന സമയത്ത് for I equal to k ആവുന്ന സമയത്ത് വരുന്ന വാല്യൂ എന്താ? മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി P of 0 del of t e raised to minus j 2/ft dt. ഇനി I not equal to k ആവുന്ന സമയത്ത് എന്താ വരിക? 0 അല്ലേ? ഐ നോട്ട് ഈക്വൽ ടു കേസിന്റെ സെൻസ് എന്താ വരുന്നത്? വാല്യൂ 0 അല്ല വരുന്നത്. സോ 0 ഇൻറ്റു ഡെൽ ഓഫ് ടി ഇ റേസ് ടു മൈനസ് ജെ 2/ft dt. ഇതാണ് രണ്ട് ടൈം ഡൊമെയിൻ ക്രൈറ്റീരിയ. സോ നമുക്കറിയാം ഐ ഈക്വൽ ടു കെന്റെ കേസിൽ പി ഓഫ് 0ന്റെ വാല്യൂ എന്താ? 1 ആയിരുന്നു അല്ലേ? ഐ ഈക്വൽ ടു കെന്റെ കേസിൽ ടൈം ഡൊമെയിൻ ക്രൈറ്റീരിയ നോക്കിക്കഴിഞ്ഞാൽ ഐ ഈക്വൽ ടു കെന്റെ കേസിൽ പി ഓഫ് 0 എന്ന് പറഞ്ഞ വാല്യൂ 1 ആണ്. ഐ നോട്ട് ഈക്വൽ ടു കെന്റെ കേസിൽ 0 ആണ്. സോ നമ്മൾ ടൈം ഡൊമെയിൻ ക്രൈറ്റീരിയ ഇവിടെ എടുക്കുകയാണെങ്കിൽ ഈ ഒരു ക്രൈറ്റീരിയ മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുള്ളൂ. അതായത് ഐ ഈക്വൽ ടു കെ. മറ്റേ കേസിൽ മൊത്തം 0 ആയി മാറി. സോ ഐ ഈക്വൽ ടു കെന്റെ കേസിൽ പി ഓഫ് 0 ഇൻറ്റു 1 വിച്ച് ഇസ് ഈക്വൽ ടു 1. 1 ഇൻറ്റു 1 എന്താ? 1 തന്നെയല്ലേ? 1 ഇൻറ്റു 1 1 തന്നെയാണ്. സോ ഇതാണ് therefore ഇക്വേഷൻ എ. ഇക്വേഷൻ എ എന്താ? ഇതാണ് ഇക്വേഷൻ എ. പി ഡെൽറ്റ ഓഫ് എഫ് ഈക്വൽ ടു എഫ് ബി ഇൻറ്റു സമ്മേഷൻ എൻ ടെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി പി ഓഫ് എഫ് മൈനസ് എൻ എഫ് ബി. അതല്ലേ? അപ്പൊ പി ഡെൽറ്റ ഓഫ് എഫിന്റെ വാല്യൂ നമ്മളിപ്പോ ഇവിടെ ഡിറൈവ് ചെയ്ത് എത്രയാ കിട്ടിയേ? പി ഡെൽറ്റ ഓഫ് എഫിന്റെ വാല്യൂ അല്ലേ 1. പി ഡെൽറ്റ ഓഫ് എഫിന്റെ വാല്യൂ 1 ആണെന്ന് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്തു. സോ ഈ 1 എന്ത് ചെയ്യും? നമ്മൾ ഇക്വേഷൻ എയിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഇക്വേഷൻ എയിൽ ഈ പി ഡെൽറ്റ ഓഫ് എഫിന്റെ വാല്യൂ 1 ആയിട്ട് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ, ഒരു മിനിറ്റ്, അതായത് ഇവിടെ നമ്മൾ പി ഡെൽറ്റ ഓഫ് എഫിന്റെ വാല്യൂ 1 ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഇപ്പം നമുക്ക് ഇക്വേഷൻ എന്തായി മാറി? 1 ഈക്വൽ ടു എഫ് ബി സമ്മേഷൻ കെ എൻ ടെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി പി ഓഫ് എഫ് മൈനസ് എൻ എഫ് ബി. അങ്ങനത്തേക്ക് ഇക്വേഷൻ മാറി. ദാറ്റ് ഈസ് ഇക്വേഷൻ എ ബിക്കം 1 ഈക്വൽ ടു എഫ് ബി സമ്മേഷൻ എൻ ടെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി
പി ഓഫ് എഫ് മൈനസ് എൻ എഫ് ബി എന്ന് പറഞ്ഞിട്ട് മാറി. ഓർ നമുക്ക് എങ്ങനെ എഴുതാം, ഈ എഫ് ബിനെ ഈ ഇപ്പുറത്തെ സൈഡിലേക്ക് എടുക്കാം. അതായത് റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള എഫ് ബിനെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് എടുക്കുമ്പോൾ 1/FB എന്ന് പറയും. 1/FB എന്താ, ടി ബി അല്ലേ, ടൈം പീരീഡും ഫ്രീക്വൻസിയും തമ്മിലുള്ള റിലേഷൻ ആണ്. 1/FB = TB. സോ നമുക്ക് അങ്ങനെ എഴുതാം, പി ഓഫ് എഫ് മൈനസ് എൻ എഫ് ബി = TB എന്ന് പറയാം. സോ ഇതാണ് ഫ്രീക്വൻസി ഡൊമൈൻ ക്രൈറ്റീരിയ ഫോർ 0 ASA. 0 ASA ആവേണ്ട ഫ്രീക്വൻസി ഡൊമൈൻ ക്രൈറ്റീരിയ ആണ് ഈ കാണിച്ചിരിക്കുന്ന ബ്ലോക്സിലുള്ളത്. That is summation n tends to minus infinity to infinity p of f minus nfb is equal to tb, and this is the frequency domain criteria for 0 ASA. That is frequency domain criteria for 0 ASA, and the above equation is called Nyquist pulse shaping criteria for baseband transmission. ഒരു baseband transmission ഉള്ള Nyquist pulse shaping criteria ആണ് the above equation. അല്ലെങ്കിൽ ഈ frequency domain criteria for 0 ASA നെ Nyquist pulse shaping criteria എന്ന് കൂടി പറയും. ബേസ് ബാൻഡ് ട്രാൻസ്മിഷന് വേണ്ടിയിട്ടുള്ള Nyquist പൾസ് ഷേപ്പിംഗ് ക്രൈറ്റീരിയ എന്ന് കൂടി പറയും. എന്തിന്, ഈ ഫ്രീക്വൻസി ഡൊമൈൻ ക്രൈറ്റീരിയ ഫോർ 0 ASAക്ക്. നെക്സ്റ്റ് ഐഡിയൽ സൊല്യൂഷൻ ടു ISA. ഐഡിയൽ സൊല്യൂഷൻ എന്ന് വെച്ചാൽ ദസ് ഫ്രം Nyquist ക്രൈറ്റീരിയ. Nyquist ക്രൈറ്റീരിയ എന്ന് നമുക്ക് മനസ്സിലാവുന്നത് നെക്സ്റ്റ് ഹെഡിങ് ഐഡിയൽ സൊല്യൂഷൻ ടു ISA ആണ്. സോ ഫ്രം Nyquist criteria it is clear that the spectrum of expected signal P of F, ഈ P of F ന്റെ സ്പെക്ട്രം എന്ന് പറയുന്നത് ഒരു റെക്ടാങ്കുലർ ഫംഗ്ഷൻ ആയിരിക്കും. 0 ഇപ്പം നെക്സ്റ്റ് ഫ്രീക്വൻസി ഡൊമൈൻ ക്രൈറ്റീരിയന്റെ ഇക്വേഷൻ നമ്മൾ എഴുതിയിട്ടുണ്ട്. Nyquist ക്രൈറ്റീരിയ ഒരു P of F ന്റെ ഇക്വേഷൻ നമ്മൾ എഴുതിയിട്ടുണ്ട് ഇല്ലേ. അതിൻ്റെ അകത്തുനിന്ന് നമുക്ക് പറയാം 0 ISA ഉള്ളാവാനുള്ള ഒരു സ്പെക്ട്രം എന്ന് പറഞ്ഞാൽ റെക്ടാങ്കുലർ ഫംഗ്ഷൻ ആണെന്ന് പറയാം. That is spectrum of expected signal P of F will be a rectangle function to have 0 ISA. 0 ISA ആവാനുള്ള ഒരു സ്പെക്ട്രം എന്ന് പറഞ്ഞാൽ റെക്ടാങ്കുലർ ഫംഗ്ഷൻ ആണ്. സോ P of F നമുക്ക് എങ്ങനെ എഴുതാം, P of F = റെക്ടാങ്കുലർ ഫംഗ്ഷൻ ആണ്. സോ 1/FB into rect of F/FB, റെക്ടാങ്കുലർ ഫംഗ്ഷൻ ഓഫ് F/FB. ദാറ്റ് ഈ ഒരു സ്പെക്ട്രം ആണ് ഈ കാണിച്ചിരിക്കുന്നത്, ഒരു റെക്ടാങ്കുലർ സ്പെക്ട്രം ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഈ റെക്ടാങ്കുലർ സ്പെക്ട്രം ആണ് ഈ ഒരു 0 ISA പ്രൊവൈഡ് ചെയ്യുന്ന സ്പെക്ട്രം. സോ P of T നമുക്ക് എങ്ങനെ ഡിറൈവ് ചെയ്യാം, P of T എന്ന് പറഞ്ഞാൽ എന്താ, ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് ദിസ് P of F. ഈ P of F ന്റെ അതായത് 1/FB റെക്ട് ഫംഗ്ഷൻ ഓഫ് F/FB ന്റെ ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് P of T കിട്ടും. അപ്പൊ P of T ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോം എടുത്തു കഴിഞ്ഞാൽ വാല്യൂ വരുന്നത് സിങ്ക് ഓഫ് FBT, സിങ്ക് ഫംഗ്ഷൻ ഓഫ് FBT. സോ FB ന്റെ വാല്യൂ എത്രയാ, FB ന്റെ വാല്യൂ എത്രയാ, 2B0. FB ന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 2B0. ഈ B0 എന്ന് പറയുന്നത് ബാൻഡ് വിഡ്ത്ത് ആണ്, ഈ പൾസിന്റെ ബാൻഡ് വിഡ്ത്ത് ആണ് B0 ഉദ്ദേശിക്കുന്നത്. സോ where B0 is the bandwidth of the pulse and B0 is given by FB/2. FB/2 ആണ് B0. And ഈ B0 is also called Nyquist bandwidth. ഈ B0 ന Nyquist bandwidth ആണ്, and it is the minimum transmission bandwidth for 0 ISA. 0 ISA കിട്ടാനുള്ള മിനിമം ട്രാൻസ്മിഷൻ ബാൻഡ്വിഡ്ത്ത് ആണ് ഈ B0 എന്ന് ഉദ്ദേശിക്കുന്നത്. സോ thus one sync pulse is transmitted for 1 bit, ISI will be 0 if we sample the pulse at t equal to 0 TB 2 TB. So ഒരു സിംഗിൾ പൾസ് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട് ഫോർ ഒരു പെർട്ടിക്കുലർ 1 ബിറ്റ്. ISI എപ്പോഴാണ് 0 ആവുന്നത്, ഇഫ് യു സാമ്പിൾ ദ പൾസ് അറ്റ് 0 TB 2 TB സാമ്പിൾ ചെയ്യുന്ന സമയത്ത് ISI 0 ആയിരിക്കും. സോ B0 നമ്മൾ സാമ്പിൾ ചെയ്യണം. Z0 ആണ് മിനിമം ട്രാൻസ്മിഷൻ ബാൻഡ്വിഡ്ത്ത്. 0 ISI കിട്ടാനുള്ള മിനിമം ട്രാൻസ്മിഷൻ ബാൻഡ്വിഡ്ത്ത് ആണ് B0. ആൻഡ് Nyquist ബാൻഡ്വിഡ്ത്ത് നമുക്ക് എഴുതാം. Nyquist ബാൻഡ്വിഡ്ത്ത് ഓഫ് B0 is equal to FB/2 എന്ന് എഴുതാം. FB/2 എന്ന് എഴുതാം. അപ്പൊ FB എന്ന് പറഞ്ഞാൽ എന്താ, 1/TB ആണ്. സോ 1/2 TB എന്ന് പറഞ്ഞിട്ട് നമുക്ക് എഴുതാം. Where TB is the bit period, where TB is the bit time period എന്ന് പറയാം. So B0 equal to bit rate by 2 എന്നും പറഞ്ഞിട്ട് നമുക്ക് എഴുതാം. B0 is equal to bit rate by 2. So നമുക്ക് പറയാൻ പറ്റും Nyquist bandwidth is half the bit rate. Nyquist bandwidth എന്ന് പറഞ്ഞാൽ half the bit rate. Nyquist bandwidth എന്ന് പറഞ്ഞാൽ B0 ആണ്. B0 എന്ന് പറഞ്ഞാൽ half the bit rate ആണ്. Bit rate divided by 2 അല്ലേ B0. So half the bit rate. So ഇത്രയാണ് ഐഡിയൽ സൊല്യൂഷൻ ടു ISA. ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ഒരു ISA എന്താണെന്ന് നമുക്ക് മനസ്സിലായി. ISA എന്താണെന്ന് മനസ്സിലായ സമയത്ത് നമ്മൾ അതായത് എക്സ് ഓഫ് ടിന്റെ ഒരു എക്സ്പ്രഷൻ എഴുതി, അതായത് റിസീവ്ഡ് സിഗ്നൽ Y ഓഫ് ടിന്റെ എക്സ്പ്രഷൻ എഴുതി, നമ്മൾ അതിനെ സാമ്പിൾ ചെയ്തിട്ടുള്ള എക്സ്പ്രഷൻ എഴുതി,
അതിനകത്ത് നമുക്ക് മനസ്സിലായി മ്യൂ എ ഐ ആണ് നമ്മുടെ ട്രാൻസ്മിറ്റഡ് സിഗ്നൽ. ബാക്കി വരുന്ന സെക്കൻഡ് ടേം എന്ന് പറയുന്നത് ഒരു റെസിഡ്യൂ എഫക്റ്റ് ആണ്. അതാണ് ISI. സോ അതിനെ എങ്ങനെയൊക്കെ അവോയ്ഡ് ചെയ്യണം എന്നുള്ളതാണ്. അതിൽ നമ്മൾ രണ്ട് കാര്യം നോക്കി. ഒന്ന് ടൈം ഡൊമൈൻ ക്രൈറ്റീരിയ നോക്കി, മറ്റേത് ഫ്രീക്വൻസി ഡൊമൈൻ ക്രൈറ്റീരിയ നോക്കി. ISI അവോയ്ഡ് ചെയ്യാനുള്ളത്. സോ ടൈം ഡൊമൈൻ ക്രൈറ്റീരിയയിൽ നമ്മൾ എടുത്ത വാല്യൂ P(i - k) × TB ആണ്. അത് രണ്ട് കണ്ടീഷൻ നമ്മൾ കൊടുത്തു. I = kയും കൊടുത്തു, I not equal to kയും കൊടുത്തു. അതാണ് ടൈം ഡൊമൈൻ ക്രൈറ്റീരിയ. അപ്പം ഈ P(t) സാറ്റിസ്ഫൈ ദ എപ്പോ കണ്ടീഷൻ, അതായത് I = kയിലും I not equal to kയിലും P(t) സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ when we can get a signal which is free from ISI. അങ്ങനെയാണെങ്കിൽ ISI ഫ്രീ സിഗ്നൽ എന്ന് പറയുമ്പോൾ y(t) ന്റെ വാല്യൂ എന്താവും? മ്യൂ ai മാത്രമേ മാറും. ഇനി ഫ്രീക്വൻസി ഡൊമൈൻ ക്രൈറ്റീരിയ എടുക്കുകയാണെങ്കിൽ നമ്മളൊരു പൾസ് ഇമ്പൾസിനെ കൺസിഡർ ചെയ്യണം. which is at which P(t) is sampled for the decision. Decisionൽ P(t) ടാമ്പ് ചെയ്യുന്ന ഒരു ഇമ്പൾസ് റെപ്രസെന്റ് ചെയ്യാൻ P(nt). അതിന് നമ്മൾ എന്ത് ചെയ്യും? അതിന് നമ്മൾ P(Δf) എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ P(nt)ന്റെ ഒരു സ്പെക്ട്രം നമ്മൾ എടുക്കും. അതാണ് P(Δf). ആ P(Δf) എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ഒരു ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് P(ntb) ആണ്. നമ്മളെ ഇമ്പൾസ് ആണ്, ഇമ്പൾസിന്റെ ഫോറിയർ ട്രാൻസ്ഫോം ആണ് P(Δf). അപ്പൊ P(Δf) നമ്മൾ എഴുതി, ഫോറിയർ ട്രാൻസ്ഫോം എഴുതി. അതിൽ നിന്ന് നമുക്ക് P(Δt) നമ്മൾ എഴുതി. അപ്പൊ നമുക്ക് പറയാം P(Δf) നിങ്ങൾക്ക് എങ്ങനെ എഴുതാം? -∞ to ∞ P(Δt) e⁻j2πft dt എന്ന് പറഞ്ഞിട്ട് എഴുതാം. P(Δt) ഇക്വേഷൻ ഉണ്ട്, അത് ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് I = k ഒരു കണ്ടീഷൻ കൊടുത്തു. I = k കണ്ടീഷൻ കൊടുത്തു. പിന്നെ നമ്മൾ എന്ത് ഈ ടൈം ഡൊമൈൻ ക്രൈറ്റീരിയ കൂടി ഇതിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഫ്രീക്വൻസി ഡൊമൈൻ ക്രൈറ്റീരിയയിൽ നമ്മൾ ടൈം ഡൊമൈൻ ക്രൈറ്റീരിയ കൂടി കൺസിഡർ ചെയ്യുന്നുണ്ട്. ആ ടൈം ഡൊമൈൻ ക്രൈറ്റീരിയന്റെ വാല്യൂസ് കൊടുത്തു. വാല്യൂസ് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഇക്വേഷൻ എ, അതായത് നമ്മളിപ്പോൾ ലാസ്റ്റ് ഡിഫൈൻ ചെയ്ത് വെച്ച ഇക്വേഷൻ P(Δ)(f) എഫിന്റെ ഇക്വേഷനിലേക്ക് നമ്മൾ എന്ത് കൊടുത്തു? ഈ ഇക്വേഷനിലേക്ക് നമ്മളിപ്പോൾ ഡിറൈവ് ചെയ്ത ടൈം ഡൊമൈൻ ക്രൈറ്റീരിയ എന്ന് വരുന്ന വാല്യൂ, ദാറ്റ് ഇസ് 1 എന്ന് പറഞ്ഞ് കൊടുത്തു. P(Δ)(f) വാല്യൂ 1 ആണ്. സോ 1 എന്ന് പറഞ്ഞ വാല്യൂ ഈ പറഞ്ഞ വാല്യൂ ഈ എയിലേക്ക് കൊടുത്തു. അങ്ങനെയാകുമ്പോൾ നമുക്ക് എന്ത് വന്നു? 1 = FD summation n tends to -∞ to ∞ P(f - NFB) എന്ന് പറഞ്ഞിട്ട് ഒബ്റ്റെയിൻ ചെയ്തു. സോ 1/FB എന്താണ്? TB ആണ്. 1/FB TB ആണ്. സോ സമ്മേഷൻ n tends to -∞ to ∞ P(f - NFB) എന്ന് പറയുന്നത് TB ആയിട്ട് മാറും. അതാണ് ഫ്രീക്വൻസി ഡൊമൈൻ ക്രൈറ്റീരിയ. ഈ ഫ്രീക്വൻസി ഡൊമൈൻ ക്രൈറ്റീരിയ നിക്വിസ്റ്റ് പൾസ് ഷേപ്പിംഗ് ക്രൈറ്റീരിയ എന്ന് കൂടി പറയും. നമ്മൾ ഒരു ഐഡിയൽ സൊല്യൂഷൻ ടു ISI എടുക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ ഡിറൈവ് ചെയ്ത് വെച്ച P(f) എന്ന് പറഞ്ഞ ഒരു റെക്ടാംഗുലർ ഫംഗ്ഷൻ ആയിരിക്കണം ടു ഗെറ്റ് 0 ISI. 0 ISI ആണെങ്കിൽ റെക്ടാംഗുലർ ഫംഗ്ഷൻ ആയിരിക്കണം. സോ ആ റെക്ടാംഗുലർ ഫംഗ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്തു. അതിന്റെ ഇൻവേഴ്സ് അതിൽ നിന്ന് നമ്മൾ ടൈം ഡൊമൈൻ P(t)യിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് P(t) എന്തായിരിക്കും? ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് P(f) ആണ്. ആ ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോം നമ്മൾ എടുക്കുന്ന സമയത്ത് P(t) നമുക്ക് ഒബ്റ്റെയിൻ ചെയ്ത് ഒരു സിങ്ക് ഫംഗ്ഷൻ ആണ്. സിങ്ക് ഓഫ് 2B0t എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്തു. അതിനകത്ത് നമ്മൾ പറയുന്നത് B0 എന്ന് പറയുന്നത് നിക്വിസ്റ്റ് ബാൻഡ്വിഡ്ത്ത് ആണ്. ആ B0ന്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിറ്റ് റേറ്റ് ഡിവൈഡഡ് ബൈ 2 ആണ്. അതായത് നിക്വിസ്റ്റ് ബാൻഡ്വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഹാഫ് ബിറ്റ് റേറ്റ് ആണ്. ഇത്രയാണ് നമ്മൾ പറഞ്ഞത്. ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം.